എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ്. അപ്പൊ ഇൻസേർട്ട് ടാബിലുള്ള ഓപ്ഷൻസിലേക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഏത് ഇൻസേർട്ട് ടാബിലെ ഏത് ഗ്രൂപ്പിലായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ടേബിൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിലുള്ള 2-3 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പം പറയുന്നത് ഇൻസേർട്ട് ടേബിളിലുള്ള ബാക്കി ഭാഗമാണ്. കുറച്ച് ഭാഗം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി ഇൻസേർട്ട് ടേബിളിന്റെ ബാക്കി ഭാഗമാണ് പറയുന്നത്. അപ്പം നമ്മൾ ടേബിള് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെ ടേബിൾ ടാബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പം ഇവിടെ എന്തുണ്ടാവും? ടേബിളിന്റെ സൈസ് ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ റോയും കോളും എൻ്റർ ചെയ്യാനൊക്കെ പറ്റും അല്ലെ? റോയും കോളും ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്രയാ കോളം മാക്സിമം കൊടുക്കാൻ പറ്റുന്നതും മിനിമം കൊടുക്കാൻ പറ്റുന്നതും ഡീഫോൾട്ട് ആയതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഇതിന് താഴെ വരുന്ന ഒരു ഓപ്ഷനാണ് ഏത്? ഓട്ടോ ഫിറ്റ്. എന്താണ്? ഓട്ടോ ഫിറ്റ് ബിഹേവിയർ എന്ന് പറയും. ഓട്ടോ ഫിറ്റ് ബിഹേവിയർ, ഈ ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പം ഓട്ടോ ഫിറ്റ് ബിഹേവിയർ എന്താ? ഓട്ടോ ഫിറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഫിറ്റ് ബിഹേവിയറിൽ 3 ടാബുകളാണ് ഉള്ളത്. എത്ര ടാബുകളാണ്? 3 ടാബുകളാണ്. ഒന്ന് ഫിക്സഡ്. ഏതൊക്കെയാണത്? ഒന്ന് ഫിക്സഡ് വിഡ്ത്ത് കോളം, ഒന്ന് ഫിക്സഡ് വിഡ്ത്ത് കോളം, പിന്നെ ഒന്ന് ഏതാണ് വരുന്നത്? ഒന്ന് ഫിക്സഡ് ഫിക്സഡ് വിഡ്ത്ത് കോളം എന്നല്ല, ഫിക്സഡ് കോളം വിഡ്ത്ത്. ഫിക്സഡ് കോളം ഒന്ന് ഫിക്സഡ് കോളം വിഡ്ത്ത്. അതേപോലെ അടുത്ത എന്താ? ഓട്ടോ ഫിറ്റ്. ഒന്ന് ഫിക്സഡ് കോളം വിഡ്ത്ത്, പിന്നെ ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്. ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്. പിന്നെ അടുത്തത് വരുന്നത്? ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഏതാണ്? ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. അപ്പം നമ്മൾ തുറക്കുന്ന ഡയലോഗ് ബോക്സിൽ എന്തുണ്ടാവും? ഈ ടേബിൾ സൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഇൻസേർട്ട് ടേബിളിൽ വരുന്ന ഒരു ഓപ്ഷൻ ആണ് ഏത്? ഓട്ടോ ഫിറ്റ് ബിഹേവിയർ. അതിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്, അല്ലെ 3 ടാബുകൾ, 3 പോയിന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 3 ഓപ്ഷൻസ്? ഫിക്സഡ് കോളം വിഡ്ത്തും, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റും, ഓട്ടോ ഫിറ്റ് ടു വിൻഡോയുമാണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ അതിന് താഴെ എന്ത് വരും? ഇവിടെ ഈ കോളം കഴിയില്ല, ഈ ഡയലോഗ് ബോക്സ് ഇനി ഉണ്ടാവും കേട്ടോ. ഈ ഭാഗം വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ എന്തുണ്ടാവും? സെപ്പറേറ്റ് ടെക്സ്റ്റ് ആസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും. ഏതുണ്ടാവും? സെപ്പറേറ്റ് ടെക്സ്റ്റ് ആസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതുണ്ടാവും? കോമ, അതേപോലെ ഇങ്ങനെ ഒരു ചതുരത്തിൽ ഒരു കോമ എന്നുള്ളത് ഉണ്ടാവും. പിന്നെ അതേപോലെ പാരഗ്രാഫിനാണ് പാരാന്ന് എഴുതിയത്. പിന്നെ ടാബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ താഴെ എന്തുണ്ടാവും? ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും ഉണ്ടാവും. അതേപോലെ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും ഉണ്ടാവും. ഓക്കെ. അപ്പം ഏകദേശം ഇങ്ങനെയാണ് ആ ഒരു ഇൻസേർട്ട് ടേബിള് നമ്മൾ പിന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഡയലോഗ് ബോക്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവയെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത് ഈ ഓട്ടോ ഫിറ്റ് ബിഹേവിയറിനെ കുറിച്ചാണ്. അപ്പൊ ഓട്ടോ ഫിറ്റ് ബിഹേവിയറിൽ 3 ഓപ്ഷൻസ് ആണ് വരിക. ഒന്ന് ഫിക്സഡ് കോളം വിഡ്ത്തും, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റും, ഓട്ടോ ഫിറ്റ് ടു വിൻഡോയുമാണ് വരിക. ഇനി ഫിക്സഡ് കോളം വിഡ്ത്ത് എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പം ഇങ്ങനെയല്ലേ, ഇവിടെ വരയ്ക്കാൻ ഞാൻ. ഫിക്സഡ് കോളം വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതാണ് നമ്മളെ മാർജിൻ എങ്കിൽ ഈ മാർജിനെ കണക്കാക്കിയിട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ടായിരിക്കും എന്ത് വരിക? ടേബിള് വരിക. അതിലിപ്പോ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ടേബിളും റോയും ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് ഇതിലിപ്പോ നമുക്ക് ഒരു സെല്ല് വേണ്ട, അല്ലെങ്കിൽ ഒരു റോ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു മാർജിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആയിട്ട് തന്നെയായിരിക്കും ഈ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് കോളം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഏകദേശം ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ഓട്ടോ ഫിറ്റ് ടു വിൻഡോയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റിൽ നമുക്ക് കണ്ടന്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും?
ഈ ടേബിളിന് വലിപ്പം കൂടി, ചിലപ്പോൾ മാർജിന്റെ പുറത്തൊക്കെ ആയി എന്ന് വരാം. അപ്പൊ എന്ത് വരും, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് വരുമ്പോൾ ആ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ടേബിൾ വരിക. നേരെ മറിച്ച് ഫിക്സഡ് കോളം വിത്ത് ആയാലും ഇപ്പൊ ഓട്ടോ ഫിറ്റ് ടു വിൻഡോ ആയാലും എന്ത് ചെയ്യും, ആ മാർജിന്റെ ഉള്ളിൽ ഫിറ്റ് ആയിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഈ ഒരു 3 ഓപ്ഷനും ഉള്ളത്. അപ്പം നമ്മളിതിൽ ഡീഫോൾട്ട് ആയത് ഏതാന്ന് ചോദിച്ചാൽ ഫിക്സഡ് കോളം വിത്തിനെയാണ് നമ്മൾ ഡീഫോൾട്ട് പറയുക. ഡീഫോൾട്ട് വരുന്നത് ഏതാണ്, ഫിക്സഡ് കോളം വിത്ത് ആണ്. അതും ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി അപ്പം നമ്മൾ ഇത് പറഞ്ഞ ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് ടേബിളിൽ മാറ്റങ്ങൾ വരും, കൂടാം കുറയാം ഒക്കെ ചെയ്യാം അല്ലെ. മറ്റേതാ എങ്ങനെയായാലും എന്ത് ചെയ്യും, ആ മാർജിന്റെ ഉള്ളിൽ ഫിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറയുന്നത് അടുത്ത് നമ്മളെ ഒരു ഓപ്ഷൻ ആയിരുന്നു ഇത്. നമ്മൾ നോക്കിയ ടേബിളിന്റെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഇൻസേർട്ടിന്റെ ഗ്രൂപ്പിലുള്ള ടേബിൾ എന്ന് പറയുന്ന ടാബിലുള്ള ഏതായിരുന്നു, വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏത് ഓപ്ഷൻ ആയിരുന്നു ഓർമ്മയുണ്ടോ? കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. ഏതായിരുന്നു? കൺവേർട്ട് ടെക്സ്റ്റ് ടു ഏതാണ്, ടേബിൾ. എന്താ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് ഇത് എഴുതുക. ഇപ്പൊ ആദി 1 അല്ലെ, ഇവിടെ കോമ ഇട്ടിട്ട് എഴുതാം. ആദി 199 ഇങ്ങനെ കൊടുത്തു ചോദിച്ചോ. ഇത് എനിക്കൊരു ടേബിളിന്റെ ഫോമിലാക്കണം. അപ്പൊ ഞാനൊരു ടേബിള് ഇപ്പം ഈ ഡ്രോ ടേബിളൊക്കെ വരച്ച് സീരിയൽ നമ്പർ ഒക്കെ കൊടുത്ത് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഇത് 3 എണ്ണല്ലേ, അപ്പം എന്ത് ചെയ്യാം, എനിക്ക് ഇതിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ, ഇൻസേർട്ട് ടേബിളിൽ പോയിട്ട് ഇൻസേർട്ടിൽ പോവുക, എന്നിട്ട് അതിൽ ടേബിളിൽ പോയിട്ട്, അപ്പോൾ ടേബിൾ പോകുമ്പോൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ സെപ്പറേറ്റ് ടെക്സ്റ്റ് ടാഗ്സ് എന്നുള്ളത് ഒരു ഇത് കാണാം. ഈ സെപ്പറേറ്റ് ടെക്സ്റ്റ് ടാഗ്സിൽ ഈ കോമയിൽ ഞാൻ പോയി ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ എനിക്ക് എന്ത് വരും, ഇതൊരു ടേബിളിന്റെ ഫോമിൽ വരും. അതായത് ഇപ്പൊ ഒരു സീരിയൽ നമ്പർ, അതേപോലെ നെയിം, ആ നമ്പർ, അങ്ങനെയായിട്ട് എനിക്കൊരു ടേബിളിന്റെ ഫോമിൽ കിട്ടാനാണ് എന്ത് ചെയ്യുക, കൺവേർട്ട് ടു ടെക്സ്റ്റ് ആസ് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇതിപ്പോ ഞാൻ ഇവിടെ കോമ ഇട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോ പാരഗ്രാഫ് വൈസിലുള്ളതാണെങ്കിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഇതേപോലെ ഒരു ടേബിൾ ഫോമിൽ എനിക്ക് കിട്ടും. ഇനിയിപ്പോ ടാബ് ആണെങ്കിൽ, ടാബ് എങ്ങനെയാ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടാബിൽ വ്യത്യാസം വരില്ലേ? ടാബ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും അല്ലെ. ഇപ്പം ആദ്യം അത് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടിട്ട് ഇപ്പം 1 ഇങ്ങനെയല്ലേ ടാബ് ഉണ്ടാവുക. ടാബിൽ പിന്നെ ഇപ്പൊ ഇവിടെ 99 ഇങ്ങനെയാണെങ്കിലും എന്താണ്, ഇതേപോലെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടേബിളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ് ടാബിൽ പോയി ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എന്തായിരിക്കും, ഇതേപോലെ ടേബിളിന്റെ ഫോർമാറ്റിൽ കിട്ടും. അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം കോമയോ പാരഗ്രാഫിലോ അല്ലെ ടാബിലോ ഒക്കെ ഉള്ള അങ്ങനത്തെ മാറ്ററുകളിനെ നമുക്ക് ടേബിൾ ഫോമിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് സെപ്പറേറ്റ് ടെക്സ്റ്റ് ആസ് എന്നുള്ള അല്ലെങ്കിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്നുള്ള ഓപ്ഷൻ. ഈ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിളിലുള്ള ഓപ്ഷനിലാണ് എന്ത് വരിക, സെപ്പറേറ്റ് ടെക്സ്റ്റ് ആസ് എന്നുള്ളതിൽ എടുത്ത് പോവാം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയുന്ന അടുത്ത ഓപ്ഷനാണ്, ടേബിളിലുള്ള അടുത്ത ഓപ്ഷൻ ഏതാണ്, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഏതാ, എക്സൽ സ്പ്രെഡ്ഷീറ്റ് ആണ്. ഏതാണ്? എക്സൽ സ്പ്രെഡ്ഷീറ്റ്. എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്താ, എക്സൽ സ്പ്രെഡ്ഷീറ്റ് ആണ് അടുത്ത പറയുന്നത്. ഇത് ഞാൻ മായ്ക്കുന്നേ, ഈ ടേബിള്, ഈ ബോക്സ് ക്ലിയർ ആയല്ലോ. അപ്പം എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യുന്നത് നമുക്ക് വേർഡിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ MS വേർഡില് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സലിൽ ചെയ്യുന്ന എന്തെങ്കിലും പോലത്തെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടേബിളിലുള്ള ഒരു ഓപ്ഷനാണ് ഇത് എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ഏതാ, ക്യുക്ക് ടേബിൾ ആണ്. ഏതാണ്? ക്യുക്ക് ടേബിൾ. ഓക്കെ,
അപ്പം നമ്മൾ പറഞ്ഞു ടേബിളിൽ എത്ര ബേസിലാണ് നമുക്ക് പിന്നെ എത്ര ഓപ്ഷൻസ് ആണെന്ന് വെച്ചാൽ 6 ഓപ്ഷൻ ആണ്. അതായത് 6 രീതിയിൽ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്ന്. അതിൽ നമ്മൾ 5 രീതി ഇപ്പം പറഞ്ഞു. 6ാമത്തെ രീതിയാണ് പറയുന്നത്. ഏതാണ്? ക്യുക്ക് ടു ടേബിൾ. എന്താണ്? ക്യുക്ക് ടേബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ക്യുക്ക് ടേബിൾ ആണ് പറയുന്നത്. ക്യുക്ക് ടേബിൾ എന്താ? ക്യുക്ക് ടേബിൾ എന്ന് പറഞ്ഞാൽ, ക്യുക്ക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു മാറ്റർ, ആ മാറ്ററിനെ നമുക്ക് ഒരു കലണ്ടറിന്റെ ഫോമിലോ അല്ലെങ്കിൽ ഒരു മെട്രിക്സിന്റെ ഫോമിലോ അങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ് ഇത് ക്യുക്ക് ടേബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ടേബിളിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചോളൂ. നമ്മളത് ടേബിൾ ചെയ്യുമ്പോൾ നമുക്കത് കലണ്ടറിന്റെ ഫോമിലാണ് വേണ്ടത്. അപ്പൊ നമ്മളത് അങ്ങനെ ആക്കിയെടുക്കാൻ അല്ലാതെ ചെയ്യുന്ന സമയത്ത് ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇൻസേർട്ട് ടേബിളൊക്കെ കൊടുത്ത് ഡ്രോ ടേബിളൊക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ എടുക്കുന്ന മാറ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നേരിട്ട് ടേബിളിൽ പോയിട്ട് ക്യുക്ക് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിലിങ്ങനെ കലണ്ടർ, മെട്രിക്സ് അങ്ങനത്തെ ഫോമുകളുണ്ട്. അപ്പൊ അതിൽ ഏതിലാ വേണ്ടത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഏകദേശം ടേബിളിന്റെ ഫോമിൽ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച കലണ്ടറിന്റെ ഫോമിൽ വരും. കലണ്ടറിന്റെ ആകുമ്പോൾ ആ കള്ളിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതേപോലെ തന്നെ ആയി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത് ക്യുക്ക് ടേബിൾ ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത് ക്യുക്ക് ടേബിൾ ഓപ്ഷൻ. അപ്പം 6 രീതികളിലാണ് നമുക്ക് ടേബിള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്ന ഇൻസേർട്ടിലെ ടാബിലുള്ള 6 ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 2-3 പോയിന്റ്സ്, ആ പോയിന്റ്സ് കൂടി നമുക്കൊന്ന് പറയാം. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് അവൈലബിൾ ആവുന്ന 2 ടാബുകളുണ്ട്. ആ ടാബുകളാണ് ഇത് ഡിസൈൻ ടാബും ലേ ഔട്ടും. ഏതാണ്? ഡിസൈൻ ടാബ്, അതേപോലെ ലേ ഔട്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആവുന്ന 2 ടാബ്സ്, ദേ ആർ ഡിസൈൻ ടാബ് ആൻഡ് ലേ ഔട്ട് ടാബ്. ഡിസൈൻ ടാബ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ ഫോർമാറ്റിങ്ങിനാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? ഡിസൈൻ ടാബ് യൂസ് ചെയ്യുക. ടേബിൾ ഫോർമാറ്റിങ്ങിനാണ് ആര്? ഡിസൈൻ ടാബ് യൂസ് ചെയ്യുക. ലേഔട്ട് ടാബ് എന്തിനാണ്? ലേഔട്ട് ടാബ് നമുക്ക് ടേബിൾ അറേഞ്ചിനാണ്. ടേബിൾ അറേഞ്ചിനാണ് ആര്? ലേഔട്ട് ടാബ് വേണ്ടത്. ഇനി ഇത് ക്ലിയർ ആണല്ലോ? ഇനി ലേഔട്ട് ടാബ് ആക്റ്റീവ് ആയാൽ, ഈ ലേഔട്ട് ടാബ് ആക്റ്റീവ് ആയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബോക്സ് വരും, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ ആണ് ഏത്? ഫോർമുല. ഏതാണ്? ഫോർമുല. ക്ലിയർ ആണോ? ലേഔട്ട് ടാബ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത് ഫോർമുല. ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ വരും. ഇനി ഈ ഫോർമുല വേർഡിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 18 ഫോർമുലകളാണ് ഉള്ളത്. എത്ര എണ്ണമാണ്? 18 ഫോർമുലാസ് ആണ് വേർഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 18 ഫോർമുലാസ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഞാൻ 2-3-4 ഷോർട്ട് കട്ട് കീ പറയാം, ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള. നമ്മൾ ഷോർട്ട് കട്ട് കീന്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്, പക്ഷേ നമ്മൾ ഈ ടേബിളിന്റെ ഇവിടെ എടുക്കുമ്പോൾ അതൊന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേർഡില് എന്ത് ചെയ്യാം, സ്പ്രെഡ്ഷീറ്റിലുള്ളത് ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ടേബിളിലുള്ള ഈ റോയിന്റെയും കോളത്തിന്റെയും കൂടെ ഇന്റർസെക്ഷനെ നമ്മൾ സെൽ എന്നാണല്ലോ വിളിക്കുക, അല്ലെ? സെൽ എന്ന് വിളിക്കുക അല്ലെ? സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഇന്റർസെക്ഷൻ ഓഫ്, അല്ലെ? ഇറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ റോ ആൻഡ് കോളം, അല്ലെ? റോയുടെയും കോളത്തിന്റെയും ഇന്റർസെക്ഷനെയാണ് നമ്മൾ സെൽ എന്ന് പറയാ. ക്ലിയർ ആണല്ലോ? അപ്പം ഒരു റോയില്, നമ്മൾ പറയുന്ന റോയിലുള്ള ഒരു സെല്ലിൽ നിന്ന്, അപ്പം ഇതാണ് എൻ്റെ സെല്ല് എന്ന് വിചാരിച്ചോളൂ. ഞാൻ നിൽക്കുന്ന സെല്ല് ഇതാണ്. ഈ സെല്ലിൽ നിന്ന് ആ റോയിലുള്ള നെക്സ്റ്റ് സെല്ലിലേക്ക്, ഈ സെല്ലിൽ നിന്ന് എനിക്ക് അടുത്ത സെല്ലിലേക്ക് പോകണം. ഇവിടെയുള്ള സെല്ലിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്? ടാബ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും?
ഈ സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പോകും. എവിടെ ഉള്ള റോയിലുള്ള കേട്ടോ, ഒരു റോയിലുള്ള ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്? ടാബ്. അല്ലെ മറ്റുള്ളൊരു സെല്ലിലേക്ക് വരാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ആരെയാണ്? ടാബിനാണ് അല്ലെ. ഇനി ഒരു റോയിലുള്ള ഒരു സെല്ലിൽ നിന്നും, ഇതാണല്ലോ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെല്ല്, ഈ സെല്ലിന്റെ പ്രീവിയസ് ആയി, അതായത് തൊട്ട് ബാക്കിലുള്ള സെല്ലിലേക്ക് എനിക്ക് പോകണം. അതിന് ഞാൻ എന്ത് ചെയ്യും? മുന്നിലേക്കുള്ള തൊട്ട് മുമ്പിലുള്ള സെല്ലിലേക്ക് എനിക്ക് പോകണമെങ്കിൽ ടാബ് യൂസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ സെല്ലിന്റെ പ്രീവിയസ് സെല്ലിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ സെല്ലിന്റെ പ്രീവിയസ് സെല്ലിലേക്ക് പോകണമെങ്കിൽ, അതായത് കറണ്ട് സെല്ലിന്റെ തൊട്ട് മുന്നത്തെ സെല്ലിലേക്ക് ഞാൻ പോകണേ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ് യൂസ് ചെയ്യണം, ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്യണം അല്ലെ. ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൽ നിന്നും, അതായത് കറണ്ട് സെല്ലിൽ നിന്നും പ്രീവിയസ് സെല്ലിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ഇനി ഇതൊക്കെ ഒരു റോയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ തന്നെ എനിക്ക് ആദ്യത്തെ സെല്ലിലേക്ക്, ഫസ്റ്റ് സെല്ല്, ആ റോയിലുള്ള ഫസ്റ്റ് സെല്ലിലേക്ക് എനിക്ക് വരണം. അവിടെ എനിക്കൊരു മാറ്റർ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാണ്ടെന്ന് വിചാരിക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യും? അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് സെല്ലിലേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് സെല്ലാവുമ്പോ എന്ത് ചെയ്യും? ഓൾട്ട് പ്ലസ് ഹോം. അതേപോലെ അവസാനത്തെ സെല്ലാണെങ്കിലോ, ഫസ്റ്റ് സെല്ലിലാണെങ്കിൽ ഓൾട്ട് പ്ലസ് ഹോം. അതേപോലെ അവസാനത്തെ സെല്ലിലേക്കാണെങ്കിലോ ഓൾട്ട് പ്ലസ് എൻഡ്. ഓക്കെ, അപ്പം ഓൾട്ട് പ്ലസ് എൻഡ് ആവുമ്പോൾ അവസാനത്തെ സെല്ലില്, ഓൾട്ട് പ്ലസ് ഹോം ആവുമ്പോൾ ഫസ്റ്റ് സെല്ലില്, തൊട്ട് മുന്നത്തെ സെല്ലിലേക്ക് ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ്, ജസ്റ്റ് അതിനുശേഷമുള്ള അടുത്ത സെല്ലിലേക്കാണെങ്കിൽ ടാബ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഷോർട്ട് കട്ട് കീ ഓർത്ത് വെക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടേബിളില്, നമ്മൾ പറഞ്ഞ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മള് ഇൻസേർട്ട് ടാബിലുള്ള നമ്മൾ 2 ഗ്രൂപ്പുകൾ കഴിഞ്ഞു. ഒന്ന് ഏതായിരുന്നു ഫസ്റ്റ് കഴിഞ്ഞത്? ഒന്ന് പേജ് എന്നുള്ള ഗ്രൂപ്പ് കഴിഞ്ഞു, അതേപോലെ ടേബിൾ എന്നുള്ള ഗ്രൂപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇല്യൂസ്ട്രേഷൻ ആണ്. ഇല്യൂസ്ട്രേഷൻ, ചാർട്ട്, അതൊക്കെ അങ്ങനത്തെ ഇല്യൂസ്ട്രേഷൻ, ചാർട്ട്, ഹെഡർ ആൻഡ് ഫൂട്ടർ, സിംബൽസ്, ഇവയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അവയെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.